ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭക്ഷ്യവസ്തുക്കളിലെ അമിതമായ നിറങ്ങൾ കുട്ടികളിൽ വൈകല്യം സൃഷ്ടിക്കുമെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ എ സക്കീർ ഹുസൈൻ. നിറമല്ല രുചി എന്ന സന്ദേശവുമായി നടത്തിയ ക്യാമ്പയിന്റെ ബേപ്പൂർ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടലുണ്ടി മണ്ണൂർ വളവിൽ നിറമല്ല രുചി എന്ന സന്ദേശവുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോഴിക്കോട് ജില്ലാ ബേക്കേഴ്സ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ബേപ്പൂർ മണ്ഡലം ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിറങ്ങളുടെ അതിപ്രസരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ വിപുലമായ ബോധവൽക്കരണം ആവശ്യമാണ്. ഭക്ഷണം തന്നെ ഔഷധമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൃത്രിമ നിറം ഉണ്ടാക്കുന്ന കെമിക്കൽ പലപ്പോഴും അലർജി ഉണ്ടാക്കുന്നവയാണ്. കുട്ടികൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ ADHD പോലുള്ള അസുഖങ്ങൾ അവരുടെ ചില സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മണ്ണൂർ സ്നേഹ ബേക്സിൽ നിറരഹിത പലഹാര വിഭാഗത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി റാഷിഖ് തൂണേരി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ബേപ്പൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ VS നീലിമ ഉദ്ഘാടനം ചെയ്തു. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സുഷമ, എലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ AC റിസ്ന, ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ദേവദാസൻ തായാട്ട്, AK മുഹമ്മദ് ഫൗസീർ, മണ്ണൂർ നോർത്ത് AUP സ്കൂൾ പ്രധാനാധ്യാപിക സിത്താര VR, രാജൻ പുഴയ്ക്കൽ, EM സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ദേശ